ഓക്കെ, തിരിച്ചു വരാം കേട്ടോ, വേഗം തിരിച്ചു വരാം. നോക്കാം, ഫസ്റ്റ് ചോദ്യം നോക്കാം. ഗുഡ് ബോയ്. അവിടെ ഇല്ല. വണ്ണട വൺ 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 വൺ. ഒരു മിനിറ്റടാ, ഇല്ല ഇപ്പൊ റെഡിയാവും. നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാപ്പത്തേക്ക്. ആ, ബോയ്സ് ട്രോഫി, ഐ എം സോറി. എടാ ഞാനില്ലേ, ഞാൻ ഈ മറ്റേ ക്യാച്ച് എല്ലാം എഴുതി എന്റെ മൈൻഡ് ഇസ് ലൈക്ക്, ഇപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക ആൻഡ് എലിമിനേറ്റ് ദാറ്റ്, സോ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ. എന്നിട്ട് ഞാൻ വിളിച്ചു പോകുന്നതോ, ഞാൻ ക്യാച്ച് ജയിക്കാതിരുന്നതിന്റെ റീസൺ ഞാൻ വിളിച്ചു പോകുന്നതൊക്കെ ഈ എലിമിനേറ്റ് ചെയ്യേണ്ട ആൻസർ ആണ്. ദാറ്റ്സ് വൈ എവറി ടൈം ഇറ്റ് ഹാപ്പൻസ് വിത്ത് മീ. നിങ്ങൾ രണ്ടു മൂന്ന് തവണ ശ്രദ്ധിച്ചാണ് ഞാൻ എന്നെ പറയുന്നത്. പ്ലീസ് പ്ലീസ് മെജിൻ സാർ, പ്ലീസ്. നിങ്ങൾ വിശേഷങ്ങൾ പറയും, ഇവിടെ എന്തോ ടെക്നിക്കൽ ഗ്ലിച്ച്. ആ, വന്നടാ, വന്ന് വിശേഷം പറയാൻ സമയമില്ല. അടുത്ത ചോദ്യം. ദ ഫിഗേഴ്സ് PQ shows states of heart at different stages of cardiac cycle. Identify blood pressure values that will be obtained at these stages of heart for a normal person at rest. കണ്ടുപിടിക്കൂ. കണ്ടുപിടിക്കൂ. ഡയഗ്രാം വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അത് കുഴപ്പമില്ല, ഡയഗ്രാം ഇപ്പൊ നിങ്ങൾ വരയ്ക്കണ്ട, അല്ലാതെ കണ്ടുപിടിക്കും. നോ, ഹൗ ക്യാൻ യു സേ ജസ്റ്റ് ലൈക്ക് ദാറ്റ് വാല്യൂ മക്കളെ ആൻഡ്രിയ? യു ഹാവ് ടു സ്പെസിഫൈ ലൈക്ക് വാട്ട് വിത്ത് P ആൻഡ് വാട്ട് വിത്ത് Q. മനസ്സിലായോ? I will check the options, Rishit. എനിക്ക് ഇപ്പോൾ ഓപ്ഷൻസ് ഓർമ്മയില്ലടാ, ദാറ്റ്സ് വൈ. അറിയത്തില്ല. അതാണോ ആൻസർ? അല്ല, ആരായിരുന്നു അത്? മെജിൻ സാർ ഇവർക്കൊരു കപ്പ് കൊടുക്കണോ അവിടെ ലാസ്റ്റില്? മ്യൂട്ട് ചെയ്യാ. ഓക്കെ, കിട്ടിയോ? 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 ആൻസർ കിട്ടിയോ? വെരി ഗുഡ്. ZK052 ആരാന്ന് അറിഞ്ഞൂടാ നീ എനിക്ക്? ഈഹാൻ, ഇഷാൻ, ഇഹ്സാൻ, അൽവീന, ഐ ആം സോറി. നീ ഞാൻ ടഫ് ക്വസ്റ്റ്യൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയടാ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? അതെ, ഡീകോഡ് ചെയ്യാൻ പഠിക്കണം. അഭിനവ് കിട്ടിയോടാ? കിട്ടിയോ? അഭിനവ് രമേശ്, കിട്ടിയോ? ഇല്ല. ഇറ്റ്സ് ഓക്കെ. വെരി ഗുഡ്. ZL121. നോ, പേര് കാണാൻ വയ്യടാ. ഈസിയാണ് മക്കളെ. വെരി ഗുഡ് ആഹിൽ. Eva, you should specify like which one for P, which one for Q.
ചോദിക്കാം. യെസ്, ആരാണ്? മർവ. അൺമ്യൂട്ട് ചെയ്യൂ മർവ. You got the answer? Unmute. എന്താ ആൻസർ വന്നേ? പീക്കിടെ 120. എന്തുകൊണ്ട്? കോൺട്രാക്ട് ചെയ്തിരിക്കുകയല്ലേ, അപ്പോഴാണല്ലോ. കോൺട്രാക്ട് ചെയ്താലാണല്ലോ ഈ വെൻട്രിക്കിൾസിൽ അത് പോവുക, പൾമണറിയിലോട്ടും അതുപോലെ അയോർട്ടയിലോട്ടും. അപ്പൊ ആ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന അനുസരിച്ച് ഇറ്റ്സ് ലൈക്ക് ഇത് അയോർട്ടയിലോട്ട് പോകുന്നു. ദാറ്റ് മീൻസ് കൺട്രാക്ട് ചെയ്തു, വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്തു. അപ്പോൾ സിസ്റ്റോളിക് പ്രഷർ വരും. അപ്പൊ 120 വരും. അങ്ങനെ ക്യൂയിലാണെങ്കിലോ റിലാക്സേഷൻ നടക്കുന്നുണ്ട്. വെരി ഗുഡ് മർവ. ആൻസർ ഇസ് ലൈക്ക് നമ്മൾ ബ്ലഡ് പ്രഷർ പഠിച്ചിട്ടുണ്ട്. സിസ്റ്റോളിക് പ്രഷർ ഉണ്ട്, ഡയസ്റ്റോളിക് പ്രഷർ ഉണ്ട്. സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ചേമ്പേഴ്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രഷറാണ്, which we call as systolic pressure, while whenever heart chambers are relaxing അപ്പോഴുള്ള പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ പിക്ചറിനകത്ത് നമുക്ക് ക്ലൂ ഒന്നും തന്നിട്ടില്ല. ഓൺലി ക്ലൂ അവൈലബിൾ ഈസ് ദ ആരോ മാർക്സ്, ഡയറക്ഷൻ ഓഫ് ദ ആരോ മാർക്സ് അല്ലെ. ഒന്നും കൂടെ ഞാൻ ആ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഈ വെൻട്രിക്കിളിൽ നിന്നുള്ള ലൈക് ബ്ലഡ് ഇസ് ഗോയിങ് ടു ദിസ് പൾമണറി ആർട്ടറി. ഇതിനകത്ത് നിന്നുള്ള ഈ വെൻട്രിക്കിളിൽ നിന്നുള്ളത്, ഐ മീൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ളത് അയോർട്ടയിലോട്ടും പോകുന്നു എന്നുള്ള രീതിക്കാണ് കാണിച്ചേക്കുന്നത് അല്ലേ. So if the blood needs to leave the ventricle should contract. Ventricle contract ചെയ്യുമ്പോഴാണ് blood leave ചെയ്ത് ബാക്കി blood vesselsലോട്ട് കയറുക. So contraction is happening. അതുകൊണ്ട് Pന്റെ blood pressure will be 120 systolic pressure. Qയിൽ അതേ സമയം എന്താണ് പറഞ്ഞേക്കുന്നത്? റിസീവ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഏട്രിയത്തിനകത്ത് ഉണ്ടായിരുന്നത് വാൽവ് തുറന്ന് വെൻട്രിക്കലിലോട്ട് പോകുന്ന ഒരു രീതിയിലാണ് കാണിച്ചിരുന്നത്. So now the blood is in the atrium. How blood was received? Blood was received through vena cava. അപ്പൊ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത്, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഏബിൾ ടു റിസീവ് ദ മാക്സിമം എമൗണ്ട്. അപ്പൊ നടക്കുന്നത് ഡയസ്റ്റോളിക് ആയിട്ടുള്ള പ്രഷർ, ദാറ്റ് ഈസ് 80 mmHg. കേട്ടോ, ലോ പ്രഷർ ഹൈ പ്രഷർ എന്ന് ആരോ പറഞ്ഞേക്കുന്നത് കണ്ടു, അത് പറ്റത്തില്ല മക്കളെ, ഇങ്ങനെ എഴുതണം കേട്ടോ. യെസ്. പിന്നെ അത് മാത്രമല്ല, സംബഡി റൂട്ട് ലൈക്ക് 120/80 അവർക്ക് എപ്പോ എങ്ങനെ അത് എഴുതിയിട്ടില്ലല്ലോ നിങ്ങൾ. പീക്കാണോ ക്യൂക്കാണോ എന്നുള്ളത് നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് യു ഷുഡ് സ്പെസിഫൈ ദാറ്റ്. അതർവൈസ് ഇപ്പൊ 120 തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? മനസ്സിലായോ? അടുത്ത ചോദ്യം എഴുതിയെടുത്തോ, നിങ്ങൾ ആൻസർ എഴുതിയെടുത്തോ. എഴുതാത്തവര് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Shown below are the diagrammatic representations of the circulatory system of 3 organisms X, Y and Z. Identify which organism is a fish. Give reason for your answer. And identify the organism that does not require energy to maintain their body temperature. Agni, what are you going to do in the middle of the class? ഞാൻ പോവാങ്ങണ്ട ഒരു സമയം. ലാസ്റ്റ് സ്ലൈഡ് കാണിച്ചു തരാലോ. സ്ക്രീൻഷോട്ട് എടുത്തോടാ ശ്രീജിത്ത്. എടാ പോസ്റ്റിംഗ് ഉണ്ടോടാ സൂമില്? ഇല്ലല്ലോ. ഉണ്ടോ? ഓ അങ്ങനെ. ഓക്കെ, കണ്ടുപിടിക്കടാ. I think I left my brain somewhere. Brain isn't braining. ഓക്കെ, ബിയും ഓക്കെ ഡോക്കി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കിട്ടിയോ? ഈസിയാ?
ആൻഡ്രിയ, ഐ വിൽ കട്ട് യുവർ മാർക്സ്. കാരണം ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡേറ്റ അല്ല ആൻഡ്രിയയുടെ ആൻസറിലുള്ളത്. So I have the provision, you know. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. Yeah. Yeah. അങ്ങനെയില്ലടാ ദൈവിക്. ഐ റെഫർ MTG അങ്ങനെയുള്ളതൊക്കെ. മോസ്റ്റ്ലി വാട്ട് ഐ ഡു ഈസ് ലൈക്ക് കുറച്ച് ടഫർ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ റിവിഷൻ ടൈമിൽ ചെയ്യും. AI ഞാൻ അത്യാവശ്യം ഈസി ഗോയിങ് ആയിട്ട്, കാരണം അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ യൂഷ്വലി കുട്ടികൾ പാനിക് ആവില്ലേ ഇതുപോലത്തെ വലിയ ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നാൽ. അപ്പം അതുകൊണ്ട് ഞാൻ AIക്ക് വേണ്ടിയിട്ട് കുറച്ചെണ്ണം ഈസിയർ ആയിട്ടുള്ള രീതിയിലുള്ളത് മാറ്റി വയ്ക്കും. അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യുന്നത്. സോ ഐ സെർച്ച് ഫോർ എവ്രിവെയർ. What is AI? AI means Winners Academic Insight. So you'll be having 1 day or 2 day class for every subject before your exam, and we'll be discussing the possible question answers. That's a free class actually. Anybody can literally join. ചോദിക്കാം. Yes. Dane. Yes. Dane പറയൂ. Which organism മക്കളെ? Yes. Can you say which one is a fish? എഴുതിയോ? എടാ your sound went away. മാം കേൾക്കാവോ പറഞ്ഞിട്ട് പിന്നെ നീ പറഞ്ഞൊന്നും മാം കേട്ടിട്ടില്ല. Yes. Yes. Okay. X fish organism X. Why? Because fishes only have a two-chambered heart. And ഈ പിക്ചറിൽ കാണുന്ന പോലെയാണെങ്കിൽ single circulation ആണ് നടക്കുന്നത്. Yes. Very good. ബീന്റെ ആൻസർ അറിയുമോ? ബീന്റെ എനിക്ക് അറിയില്ല. It's okay. Very good, Dane. Super. ഇനി ജോമോൻ മകളെ ബീന്റെ ആൻസർ പറയോ? It's okay. എഴുതിയോടാ നീ? ആൻസർ എഴുതിയില്ല? എഴുതാൻ പോണം. ഓക്കെ, തവണത്തേക്ക് ഞാൻ ക്ഷമിച്ച. എടാ ആർക്കെങ്കിലും ബീന്റെ ഇറ്റ്സ് ഓക്കെ ജോമോൻ. എടാ ഇനി ആർക്കെങ്കിലും ബീന്റെ ആൻസർ അറിയാമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. ഫാസ്റ്റ് ഒരെണ്ണോട് ചെയ്യണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇവാ എന്നൊക്കെ നീട്ടി വിളിക്കണേ, അമ്മയെല്ലാം വിളിക്കുന്നതല്ലേ. ഐ എം സോറി. വിച്ച് വൺ ഈസ് ലൈക്ക് ബീന്റെ ആൻസർ? Organism. Why only? Yes, ma'am. Why? I mean, Because there is mixing of blood between the left side and the right side. okay, very good, Eva. Super, അടിപൊളി. എടാ എന്റെ ആൻസർ ഈസ് ഒബ്വിയസ്ലി എക്സ്, ബിക്കോസ് യുനോ ഒരു മിനിറ്റ് ഒബ്വിയസ്ലി എക്സ് യുനോ ബിക്കോസ് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഈ പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 2 ചേമ്പേർഡ് ഹാർട്ടേ ഉള്ളൂ. ആൻഡ് ഇത് നോക്കിക്കോ നിങ്ങൾ, ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഒറ്റ ഒരു സൈക്കിൾ പോലെയാ പാസ് ചെയ്ത് പോകുന്നത് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടെ ഇങ്ങനെ രണ്ട് ഇങ്ങനെ എന്താ പറയുക കർവ്സ് പോലെ കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ചേമ്പേഴ്സ് ആണ് അല്ലേ, ഹാർട്ട് ചേമ്പേഴ്സ് ആണ്. സോ ഫിഷ് ഇസ് ആക്ച്വലി ഓർഗാനിസം എക്സ്. റീസൺ ഇസ് ബിക്കോസ് ഈ പിക്ചറിനകത്ത് നമുക്ക് 2 ചേമ്പർ കാണാൻ പറ്റും ആൻഡ് സിംഗിൾ സർക്കുലേഷൻ നടക്കുന്നതായിട്ടും കാണാൻ പറ്റും.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ 2 റീസൺസും നിങ്ങൾ ഇവിടെ റീസൺ ആയിട്ട് എഴുതാം. ഈ 2-ൽ ഏത് വേണമെങ്കിലും എഴുതാം. ഗീവ് ആ റീസൺ എന്ന് പറയണേ, ഓൺലി 1 റീസൺ ഈസ് നീഡഡ്. ഞാൻ ഈ പറഞ്ഞ 2 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ബി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആവാൻ ചാൻസ് ഇല്ല. ഇപ്പൊ നമ്മൾക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ നമുക്കൊക്കെ 37 മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി റിക്വയർ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി. ചിലവരുണ്ട്, ചില ഓർഗാനിസംസ് ഉണ്ട്, അവരുടെ ബോഡി ടെമ്പറേച്ചർ വിൽ നോട്ട് ബി കോൺസ്റ്റന്റ്. അവർ പോകുന്ന സ്ഥലത്തിനനുസരിച്ച് അവരുടെ ബോഡി ടെമ്പറേച്ചർ വിൽ ബി ചേഞ്ചിങ്. അപ്പൊ അതിന് എനർജിയുടെ ഒരു ആവശ്യമില്ല. അപ്പൊ എനർജി ആവശ്യമില്ലാത്ത ഓർഗാനിസംസ് വിൽ ബി ഫിഷസ്, ആംഫിബിയൻസ്, അങ്ങനെയുള്ളവർ. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ് ആൻഡ് വൈ ആണ് ഈ എനർജി ആവശ്യമില്ലാത്ത ഓർഗാനിസംസ് ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ ചാറ്റ് ബോക്സിൽ കണ്ടു ആരോ ഒരാൾ ആൻസർ ചെയ്തേക്കുന്നതായിട്ട് ലൈക്ക് ഫിഷ് ഈസ് ഓർഗാനിസം വൈ. നിങ്ങൾ ആ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ മിക്സ് ആയിട്ട് ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ അയക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഡാർക്ക് ബ്ലൂ ഈസ് ഷോയിങ് ലൈറ്റ് ബ്ലൂ ആണ് ഒരു സൈഡിൽ, റെഡ് ആണ് മറ്റേ സൈഡിൽ, രണ്ടും കൂടെ മിക്സ് ആയിട്ടുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കളർ വേരിയേഷൻ പോലെ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്ലൂ മനസ്സിലാക്കുക. അതർവൈസ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല വെദർ ഇറ്റ് ഇസ് 3 ചേമ്പേർഡ് ഓർ 4 ചേമ്പേർഡ്. 4 എണ്ണം ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ആ മിക്സിംഗ് കാണിച്ചിട്ടുണ്ട്. മിക്സിംഗ് ഹാപ്പൻസ് ഇൻ 3 ചേമ്പേർഡ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ബീന്റെ ആൻസർ എക്സ് അല്ലെങ്കിൽ വൈ രണ്ടും വരാം കേട്ടോ. ഓക്കെ, ആൻസർ ഇതാണ്. എനിക്ക് ഒരെണ്ണം കൂടെ ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നോ ടൈം. ഞാൻ ഇപ്പൊ ധൃതി പിടിച്ച് ജയിച്ചിട്ടും കാര്യമില്ല. ഒരു 2 വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് പോസിബിൾ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. വലിയൊരു ക്വസ്റ്റ്യൻ, ഒരു വാഡിലിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ഇച്ചിരി വലുതാ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെ I'll show you now homework. Yeah, so this is it. ഞാൻ ഇപ്പോൾ മരിൻ സാർ ഇപ്പോൾ ഹോംവർക്ക് കാണിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ. ഞാൻ അപ്പോൾ ഒരു കാര്യം പറയാം നിങ്ങളോടത്. ലൈഫ് പ്രോസസ്സിൻ്റെ കുറച്ച് ഗിവ് റീസൺ മാതിരത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഹോംവർക്ക് ആയിട്ട് വെച്ചേക്കുന്നത്. ഹോംവർക്ക് എല്ലാവരും ചെയ്യണം കേട്ടോ. യാ, ആൻഡ് വേറെ ഒരു കാര്യം, പഠിച്ചിട്ടില്ല എന്ന് സെൽഫ് റിയലൈസേഷൻ വന്നിട്ടുള്ള ആളുകളൊക്കെ ദയവ് ചെയ്ത് ഈ ദിവസങ്ങൾ കൊണ്ട് പഠിച്ച് തീർക്കുക കേട്ടോ. ട്രോഫി കിട്ടോ? ഇപ്പൊ ട്രോഫി കിട്ടുമല്ലോ. ട്രോഫി പോയല്ലേ? ട്രോഫി തരോടാ, പിന്നെ തരും, എല്ലാം തരും. പാവം സാറിന് ഈസ് ലൈക്ക് വർക്കിംഗ് സോ ഹാർഡ്. അപ്പൊ അങ്ങനെ കേട്ടോ. പ്ലീസ്, ഐ നീഡ് ടു റൈറ്റ് ദ എക്സാം. ആടാ ഒരു മിനിറ്റടാ, ഞാൻ എക്സാം ഇപ്പൊ നടത്താം. എന്താടാ ഇത് ഇത്ര ആഗ്രഹമോ? ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് കേട്ടോ. യാ, മാമിനെ മൂടിക്കളഞ്ഞടാ ഇവന്. ഈ സ്ക്രീൻഷോട്ട് എടുത്താ എനിക്ക് ഇവിടെ എല്ലാം വേദനിക്കുന്നടാ. അയ്യോ, പ്ലീസ് റിമൂവ് മാമ. ആരോ എന്നോട് ഒരു കരിയർ സജഷൻ ചോദിച്ചു, ഞാൻ വായിച്ച്, പക്ഷെ അതെനിക്ക് തരാൻ പറ്റില്ല. ഐ സേ ദ ആൻസർ കേട്ടോ. ഇപ്പൊ ഇത് ഹോംവർക്കിനെ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കുക ആൻഡ് വി വിൽ ഗോ ഫോർ എക്സാം. ഐ ആം സോറി, റിപ്പബ്ലിക് ഡേ പറഞ്ഞില്ല. എടാ എൻ്റെ പേട്രിയോട്ടിസം ഒക്കെ കുറഞ്ഞടാ. ഐ ഡോണ്ട് നോ വൈ. ഇന്ത്യയിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഐ ആം ലിറ്റിൽ ബിറ്റ് ലെസ് പേട്രിയോട്ടിക് ദീസ് ഡേയ്സ്. അപ്പം അതുകൊണ്ട് ബിലേറ്റഡ് ആയിട്ടില്ല അല്ലേ. എനിവേ, റിപ്പബ്ലിക് ഡേ വിഷസ്, ആശംസകൾ എന്നൊക്കെയാണ് എൻ്റെ വായിൽ വരുന്നത്. ഓക്കെ, ദിസ് വാസ് ദ ഹോംവർക്ക്. 2 ചോദ്യമേ ഉള്ളൂ, 2 എണ്ണത്തിൽ 3-4-5 ഉണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഹോംവർക്ക് ചെയ്യണം. പിന്നെ അടുത്ത ക്ലാസ്സിൽ വേറെ ചാപ്റ്റർ പഠിക്കും നമ്മൾ. പിന്നെ ഇപ്പം എക്സാം ആണ്, അടിപൊളിയായിട്ട് എക്സാം എഴുതുന്നത്, നല്ല കിടിലൻ ഒരു എക്സാം ആണ് കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ടാറ്റാ.